ഹായ് ഗായ്സ്, ഇന്ന് വീട്ടിൽ കുറച്ച് പണിയുള്ള ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ എണിച്ച് കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ പോകാൻ നിൽക്കണം. അങ്ങനെ അമ്പലം എത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീടെത്തിയപ്പോഴാണ് കൂട്ടുകാരന് കുറച്ച് പേരയ്ക്ക വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരയ്ക്ക വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പേരയ്ക്കയും വലിച്ചിട്ട് കൂട്ടുകാരൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ കൂട്ടുകാരൻ്റെ ഉമ്മ ഞങ്ങൾക്ക് ജ്യൂസ് അടിച്ച് തന്നു. അങ്ങനെ അതും കുടിച്ച് കൂട്ടുകാരൻ്റെ അടുത്ത് ബായി പറഞ്ഞിട്ട് തിരിച്ച് വീടെത്തി ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് പുറത്തു പോകാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. ദൂരെ നിന്ന് നോക്കിയ സംഭവം മനസ്സിലാവില്ലല്ലോ. അങ്ങനെ അടുത്ത് പോയി നിന്ന് നോക്കിയപ്പോൾ കാര്യം പിടികിട്ടിയത് മേലെ കാണുന്ന ഷീറ്റുകളിൽ ഒരു ഭാഗം ഷീറ്റ് എങ്ങനെ പൊട്ടിപ്പോയിരിക്കണം. അപ്പോൾ അത് മാറ്റാനുള്ള തയ്യാറെടുപ്പ്. ഇതിന്റെ ഇടയിൽ അമ്മ പെട്ടെന്ന് കാറിന് മേലത്തെ സൺറൂഫ് ആണെന്ന് വിചാരിച്ചിട്ട് ഏണീന്റെ മേലെ കയറി നിൽക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇറങ്ങി. പിന്നെ ഈ വാൾ ലാഡർ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് വേറെ ലാഡർ എടുത്തിട്ട് വന്നതാണ്. പിന്നെ നോക്കുമ്പോൾ അത് വെച്ചിട്ട് അവിടെ ശരിയായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഫ്ലാറ്റ് ഫ്ലോർ അല്ലാത്തതുകൊണ്ട് അത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ മാറ്റിയിട്ട് പിന്നെയും പഴയ ലാഡർ തന്നെ കൊണ്ടുവച്ചു. ഞാനും അമ്മയും കൂടിയാണ് അച്ഛൻ ആ ഷീറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഒരുപാട് വെയിറ്റ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒറ്റയ്ക്ക് ആ വെയിറ്റ് ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ വലിയ ഷീറ്റൊക്കെ വരുമ്പോൾ ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് നടക്കില്ല. പിന്നെ ആ കാണുന്ന വലിയ ഷീറ്റ് എടുത്തിട്ട് ആ സ്റ്റൂളിന്റെ മേലെ വെച്ചിട്ട് നോക്കണ്ടേ എങ്ങനെ കയറ്റുന്ന കൊണ്ട് ആലോചിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ 3 പേരും കൂടെ എങ്ങനെയൊക്കെയോ അതിന്റെ മേലെ കയറ്റി വെച്ചു. അങ്ങനെ അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ആദ്യം കയറ്റിയ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയും മേലെ കയറി നോക്കുമ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അച്ഛൻ അതിൽ പെട്ടിട്ട് ലോക്കായിട്ട് ഇരിക്കണം, വേറെ കുടുങ്ങിയിരിക്കണം. കുറച്ചൊക്കെ വേദന സഹിച്ചിട്ട് ഇറങ്ങി. എന്നിട്ട് മേലെ പോയി നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. കാണാൻ ഒരു പെർഫെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കൂടെ എങ്ങനെയൊക്കെ അച്ഛനൊന്ന് പെർഫെക്റ്റ് ആക്കി എടുത്തു. എല്ലാം കഴിഞ്ഞ് ലാഡർ എടുത്ത് വെക്കാൻ നോക്കണം. അച്ഛൻ വഴക്ക് പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ട് വെച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ പൊടിയായി. അങ്ങനെ ഒരു കുടി മാസാക്കിയിട്ട് വിളക്ക് കൊളുത്തിയതിനു ശേഷം രാത്രിത്തെ ഭക്ഷണം കഴിച്ചതോടെ ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുന്ന.